കൃഷ്ണ, എന്നിൽ പ്രസാദം ചൊരിയൂ കൃഷ്ണ. ഈ ഉള്ളവനെ പരീക്ഷിച്ചത് മതിയായില്ലേ കൃഷ്ണ? കൃഷ്ണ, ഭക്തവത്സല, ഈ വീട്ടിൽ എന്നോട് മാത്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നത് ശരിയാണോ കൃഷ്ണ? കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ട് 3 കൊല്ലമായി കൃഷ്ണ. ഈ 3 കൊല്ലവും ദിവസേന നിന്നെ മുടങ്ങാതെ ഞാൻ ദർശിക്കുന്നു കൃഷ്ണ, പ്രാർത്ഥിക്കുന്നു കൃഷ്ണ. ഒരു വലിയ പാലം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒന്നുമില്ലെങ്കിൽ ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ കൊള്ളാവുന്ന ഒരു കോൺട്രാക്ട് പോലും എനിക്ക് ഒത്തു കിട്ടുന്നില്ലല്ലോ കൃഷ്ണ. കലുങ്ക് നന്നാക്കലും റോഡ് ടാറിടിയിലും കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കും കൃഷ്ണ? കൃഷ്ണ, കൃഷ്ണൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണ. സിനിമാ തിയേറ്ററുകൾ സമരത്തിലാണെന്നും പറഞ്ഞ് ചെയ്ത പണിയുടെ ചെക്കുകൾ ഒന്നും മാറി കിട്ടുന്നില്ല കൃഷ്ണ. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ കൃഷ്ണ? ഇന്നലെയല്ലേ കൃഷ്ണ ഞാൻ ഗോപിയുടെ കയ്യിൽ 1000 രൂപ കൊടുത്തു. അവനോട് ഇങ്ങനെ ചെലവാക്കാൻ വഴിയാധാരമാക്കരുതെന്ന് പറയൂ കൃഷ്ണ. തൊഴിലാളികളോട് ആഹാരം കുറച്ച് കഴിക്കാൻ പറയൂ കൃഷ്ണ. കെട്ടിയ കലിങ്കകളൊന്നും ഇനി പൊളിക്കല്ലേ കൃഷ്ണ. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, കൃഷ്ണ, ഭഗവാനെ, ഭക്തവത്സല. ശ്ശൂ, വെളിച്ചയായിപ്പോ തുടങ്ങിയതാ. അറിയാതെയോ മനുഷ്യന് ചെവിതല കെട്ടി ഇരിക്കാൻ വയ്യ. ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ കൃഷ്ണ. ഓ, കൃഷ്ണൻ ഇപ്പൊ അങ്ങ് പുഴുകി കൊടുക്കും. ഈ റോഡ് പണിയുടെ തിരക്ക് കഴിഞ്ഞാൽ ഉടനെ അവനോട് ഈ നിലവിളി ഒന്ന് നിർത്താൻ പറയുന്നേ. വന്നോളാം ഗുരുവായൂരപ്പ. ഏയ്, വ്യായാമം നല്ലതാ, ചെയ്തോട്ടെ. അവനവന്റെ മനസ്സ് നന്നാവാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തം ചേട്ടനോട് അവൻ അസൂയം വൈരാഗ്യവും, പിന്നെ എങ്ങനെ നന്നാവും? ഇന്നാൾ അവൻ പറയുവാ, അച്ഛനെ കൊണ്ട് താഴത്തിലത്തെ നെൽപ്പാടം വിപ്പിച്ചിട്ട് അത്രയും നിങ്ങൾ കോൺട്രാക്ടർ ആയതെന്ന്. അതിന് കുടുംബസ്വത്ത് അങ്ങനെ ഒരാളിന് മാത്രം വിഴുങ്ങാനുള്ള അല്ലെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു? പിന്നെ ഞാൻ സ്വപ്നം കണ്ടു. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് അവന് വേണ്ടി വെക്കാൻ അച്ഛനോട് അവൻ പറയാത്ത എന്താ? നിങ്ങൾ ഇന്ന് ചോദിക്കേ. എനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ തൊലക്കിയില്ലാന്ന് അച്ഛന് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ട് വിറ്റു. ഇവനാണെങ്കിൽ തൊലച്ച് കുളം തോണ്ടെന്ന് അച്ഛനറിയാം. ഇവൻ കാരണം അച്ഛന് തലയുയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? സർവത്ര കള്ളപ്പണിയാണ്. അളിയെ ഈ മുനിസിപ്പാലിറ്റിന് സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഈ ചെകുത്താൻ കാരണം. ഇനി ഇപ്പൊ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. പോയി കുളിച്ചാട്ടെ. തുടങ്ങിയാ പിന്നെ നിർത്തത്തില്ല. എന്നെയാ പഠിപ്പിക്കാൻ വരുന്നത്. ആ പവിത്രൻ ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. എന്താന്ന്? ചെക്കെന്നോ ബില്ലെന്നോ നിങ്ങൾക്കതങ്ങ് പാസ്സാക്കി കൊടുത്തൂടെ? എന്നിട്ട് കലുങ്ക് പൊളിയുമ്പോ ഞാൻ തോന്നിക്കോണം. നിന്റെ അനിയന്റെ ഒരു കാര്യം എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അവനെ മുനിസിപ്പാലിറ്റി ജപ്തി ചെയ്യാൻ പോവാത്രേ. അല്ല, അതോടെ അവന്റെ കച്ചവടം ഒതുങ്ങിക്കോളൂ. അവന്റെ അടുത്ത് പ്രാർത്ഥന മതിയാക്കിട്ടേ വേണമെങ്കിൽ വല്ലതൊന്ന് കഴിച്ചോളാൻ പറ. ഇന്ന് കൃഷ്ണനോട് 3-4 പരാതികൾ കൂടുതലുണ്ട്. ദിവസം കഴിയുന്തോറും ഏട്ടന്റെ പ്രാർത്ഥനയുടെ നീളം കൂടുക. ഭഗവാനേ, ഭക്തവത്സല, കൃഷ്ണ. എന്തോ നടാ ഇത്? മനുഷ്യരെ പറ്റിച്ചത് പോരെ? അല്ലച്ചാ, തുടങ്ങിയാ പിന്നെ എനിക്ക് നിർത്താനൊക്കില്ല. ലയിച്ചിരുന്നു പോവും ഭഗവാന്റെ ഓരോ ലീലാവിലാസം. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? വല്ലതും തരാമെന്ന് പറഞ്ഞോ? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ. കുറച്ച് കൂടുന്നുണ്ട്. ഇന്നലെ നിന്റെ അച്ഛൻ ഉറങ്ങിയപ്പോഴേ മണി 2 അതിനെന്തുണ്ടായി? ഇത് കള്ളു ഷോപ്പൊന്നും അല്ല, അത് ഓർമ്മ വേണം. എഞ്ചിനീയർമാരെയും രാഷ്ട്രീയക്കാരെയും സൽക്കരിക്കുന്നത് ഹോട്ടലിലായിക്കൂടെ? ഇതൊരു വീടല്ലേ? ഓ, അതാണോ കാര്യം? പിടിച്ചില്ലായിരിക്കും. ഞാൻ നമ്മൾ പിള്ളേരോട് കാണിക്കുന്ന ഒരുതരം ക്രൂരതയാ. 1.5 മാസം മുമ്പ് ഊട്ടി കൊണ്ടുവിട്ടതല്ലേ? ഈ ആഴ്ച എന്തായാലും അങ്ങോട്ടൊന്ന് പോയേ ഒക്കൂ. സരോജവും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്ന് സമയം കിട്ടണ്ടേ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളും കൂലി കൂടുതൽ ചോദിച്ചു തുടങ്ങി. എങ്കിൽ പിന്നെ പണി ഇവിടെ ഉള്ളവർക്ക് കൊടുത്തൂടെ? PWD അംഗീകരിച്ച റേഷ്യോയിലല്ലാതെ സിമെന്റും സാൻഡും മിക്സ് ചെയ്യില്ലെന്നും പറഞ്ഞ് നമ്മുടെ ബെർണാഡിനെ തൊഴിലാളികൾ വെള്ളം കുടിപ്പിക്കുക. അതാ പറഞ്ഞത്. ഈ പത്രം വായിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മാത്രം ചെയ്യുന്ന തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. യവന്മാരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരൊറ്റ പണിയേ ഉള്ളൂ, ജാഥപ്പണി. എന്തായി DRDAയുടെ കാര്യം? അത് മിക്കവാറും കിട്ടും. ബ്ലോക്ക് പ്രസിഡന്റ് വാക്ക് തന്നിരിക്കല്ലേ. മുനിസിപ്പാലിറ്റിയിൽ ഒരു എഞ്ചിനീയർക്കൊന്നും ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയില്ല. DRDAയില് തൽക്കാലം ഒരു സ്കോപ്പുണ്ട്. അളിയൻ അവിടെ പോസ്റ്റിംഗ് കിട്ടിയിട്ട് വേണം എനിക്ക് ബ്ലോക്കിൽ അല്പ സജീവമായിട്ട് മുന്നേറാൻ. ഈ നാട്ടിൽ ഇനി ആരോടെങ്കിലും നീ കടം ചോദിക്കാൻ ബാക്കിയുണ്ടോടാ?
നിന്നോടാ ചോദിച്ചത്. ഏ? എടാ 10,000 രൂപ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആ ഷേണായിയോട് നീ കടം ചോദിച്ചല്ലേ? 10,000 രൂപ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ 1000 രൂപ ഒന്നിച്ച് കണ്ടിട്ട് മാസങ്ങളോളമായി. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക. കുടുംബത്തിന് സൽപ്പേര് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഒരു കാര്യം, ഞാൻ ഷേണായിയോടോ മാത്തുക്കുട്ടിയോടോ ആരോട് വേണമെങ്കിലും കാശ് കടം മേടിക്കും. പക്ഷെ അവിടെ നിങ്ങളുടെ മേൽവിലാസം ഉപയോഗിച്ച് കളയുമെന്ന് ഭയപ്പെടണ്ട. സ്വന്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടോ? ഉണ്ട്. സി പവിത്രൻ നായർ, പുത്തൻപുര, താഴേക്കുന്ന് പി ഒ, കാലിക്കറ്റ്. തീർന്നോ? ആ. ഇത്രയല്ലേ? അത്രേ ഉള്ളൂ. ചെയർമാനും കമ്മീഷനും ഒക്കെ എന്നും എന്നെ സംശയം. അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ. വെറുതെ കുതിര കയറാൻ വരരുത്. പവിത്ര, നീ പ്രഭേട്ടന്റെ ജോലി കളയാതിരുന്നാ മാത്രം മതി. ചേച്ചി, എന്നെ പോലുള്ള തുക്കട കോൺട്രാക്ടർമാർക്ക് സഹായം ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് ചേച്ചിയുടെ ഭർത്താവിന് നന്നായിട്ടറിയാം. അമ്മേ ബുൾസയില്ലേ? ഇപ്പൊ കൊണ്ടുവരണം. കൊണ്ടുവരണം. കഴിക്കണില്ലേ? കുട്ടോ, ഓ, എന്താ മുഖത്ത് വല്ലാത്ത ക്ഷീണം? 2 ദിവസമായിട്ട് രാധാകൃഷ്ണ കുഞ്ഞിന് ഓട്ടം കൂടുതലായ മാന്നെ. ഓടി ഓടി കാശുവാരി കൂട്ടുന്നുണ്ടല്ലോ. നല്ല വഴി കൂടെ ആയാ മതിയായിരുന്നു. കുട്ടമ്മ കാപ്പി. ആ, ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കും. അപ്പൊ എന്റെ കൂടെ ഇങ്ങ് പോരണം. ഓ, ആദ്യം കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ, ഇപ്പൊ കുഞ്ഞിന്റെ ചേട്ടന്റെ കൂടെ, ഇനി കുഞ്ഞിന്റെ കൂടെ. നമുക്ക് ഇതുപോലത്തെ ചക്കട വണ്ടിയൊന്നും വേണ്ട. വല്ല ഹോണ്ടയോ ഹോണ്ടസയോ. എന്റെ കൂടെ ആകുമ്പോ നല്ല വെള്ള പാന്റും തൊപ്പിയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിരിക്കണം. എന്താടാ വരുന്നോ? ഓ. വരുന്നോന്ന്. എനിക്ക് 5-6 ലക്ഷം രൂപയുടെ വലിയ വണ്ടിയുണ്ട്, ബസ്. ഞാൻ അതിൽ പൊയ്ക്കോളാം. ഉം. ഉം. കളിക്കുന്ന കരലിൽ ചിലക്കാതെ പണിയെടുക്കടാ. നല്ല ആളാ. എന്നെ ചെറുത്താന്റെയും കടലിന്റെ ഇടയിൽ നിർത്തിയിട്ട് CP ഇന്നലെ മുങ്ങിയല്ലേ? ആ ഷേണായി കാശ് തന്നില്ലടോ. രാധാകൃഷ്ണേട്ടന്റെ കത്ത് കൊണ്ട് ചെല്ലാൻ. അല്ല, അയാൾ ഒഴിയാൻ പറഞ്ഞതാണ്. CP, ഓക്സിജൻ നിന്നാൽ രോഗി മരിക്കും. പണം ഇല്ലെങ്കിൽ നമുക്ക് പണി നിർത്താം. അയ്യോ, അത് പറ്റില്ല. പണിക്കാരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ ഒരു കാര്യം പറഞ്ഞോ? ആ പഴയ കമ്മീഷണറെ ലീവിൽ പോയതല്ല. ഗുഡ് മോർണിംഗ് CP അണ്ണ. കുറച്ചുകൂടെ കൂടുതൽ ഇട്ടുണ്ട് പോടെ. ആ, എന്താ പറഞ്ഞ? ലീവിൽ പോയതല്ല. ലീവിൽ പോയതല്ല, ട്രാൻസ്ഫർ ആയി പോയതാണ്. പുതിയ കമ്മീഷണർ ചാർജ് എടുക്കാൻ വരും. പഴയ കമ്മീഷണറുമായി ഉടക്കിയതോടെയാണല്ലോ നമ്മൾ കുഴിയിലായത്. തന്റെ അളിയൻ എഞ്ചിനീയർ ചെക്ക് മെഷർമെന്റിന് എപ്പോ വരും? അയാൾ തോന്നുമ്പോ വരട്ടെ. വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയക്കണ്ടേ? ഞാൻ ഓവർസിയറെ കാണാൻ പോവാ. ഗോപി, ഇത് ശരിയാവില്ല. ഇത് ശരിയാവില്ല. റോഡിന്റെ നടുവിൽ ബോളർ ഇട്ടാൽ ശരിയാവില്ല. റോഡിന്റെ സൈഡിൽ ബോളർ ഇട്ടാ മതി. സൈഡിലെ ചെക്കിങ്ങിന് വരുമ്പോ അതല്ല, നടുക്ക് പദമുള്ള ഭാഗത്ത് ബോളർ ഇട്ടില്ലെങ്കിൽ വരുന്ന വാഹനങ്ങൾ പാതാളത്തിലേക്ക് പോകും. അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്താ മതി. സർവത്ര ബോളർ ഇട്ട് നീ എന്നെ ചിരട്ട എടുപ്പിക്കരുത്. ആദ്യം ഞാനൊന്ന് നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഓവറാക്കണ്ട. എന്താടാ? ആ പലചരക്കടക്കാരൻ തെറി വിളിക്കാൻ തുടങ്ങി. പതുക്കെ. കാശുള്ള സമയത്ത് കണക്ക് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇനി ബില്ല് മാറട്ടെ. അതിന് എന്താ? മുനിസിപ്പാലിറ്റിയുടെ വക ഒരു റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി കിട്ടും. അത് വിറ്റിട്ട്. അപ്പൊ അടുത്ത കാലത്തൊന്നും നോക്കണ്ടല്ലേ? ബില്ല് മാറിയില്ലുള്ള കാര്യമാ പറഞ്ഞത്. CP, ഊണ് കഴിക്കാനെന്നും പറഞ്ഞു പോയിട്ട് ഇവിടെ അടുത്തങ്ങ് നല്ല ഹോട്ടലില്ലല്ലോ. എല്ലാരും 2.5 മണിക്കൂർ കഴിഞ്ഞാ എത്തിയത്. നാളെ മുതൽ നമുക്കൊരു മെസ്സ് തുടങ്ങിയാലോ? അതെ, അങ്ങനെ വല്ല ആലോചിച്ചേ പറ്റൂ. അരി ഞാൻ കൊണ്ടുവന്നരാം. ആ. പലവ്യഞ്ജനം ഇവിടെ ഏതെങ്കിലും കടയിൽ കടം കിട്ടുമോ? ഇനിയും കടം വാങ്ങിച്ചാ അയ്യോ ഗോപി, ഞാൻ ഓർച്ചേരെ കണ്ടിട്ട് വരാം. അപ്പൊ പറഞ്ഞ പോലെ ബോളറ് നടുക്കിടണ്ട, സൈഡിൽ ഇട്ടാ മതി. കീലൊക്കെ കുറച്ചിട്ടാ മതി, ചുമ്മാ കിട്ടൂല കേട്ടാ. ചെന്ന് ജോലി ചെയ്യ്, കാശ് കിട്ടുമ്പോ തരും. അതിന് അല്ലല്ല, ഇവിടെ പറഞ്ഞതാ. പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴാ ചെന്ന് ജോലി ചെയ്യടേ, കാശൊക്കെ കിട്ടും. അയ്യോ, എന്തോന്നിത്? ഇതൊക്കെ കുറേശ്ശെ ഒഴിച്ചാ മതി. ബുക്കൊന്ന് പിടിച്ച. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ബുദ്ധിമുട്ടാണ് അയ്യോ എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ ഞാൻ പണം കഴിക്കുന്ന മരം വല്ലതും ആണോ? 27 മുമ്പ് ഡ്രാഫ്റ്റും ആപ്ലിക്കേഷനും PSC ഓഫീസിൽ എത്തണം. ഒരു വർക്ക് സൂപ്പർവൈസർ പറയുന്ന പറച്ചില് കേട്ടില്ലേ? ജോലിക്ക് ഒരു അപേക്ഷ അയക്കാൻ കാശില്ലാത്രേ. വർക്ക് സൂപ്പർവൈസറിന്റെ കാര്യം കളാ, അള്ളാഹ്ക്ക് അറിയാം പള്ളിയിലെ കാര്യം. ഞാൻ ലേറ്റ് ആവും. ഇത് പറഞ്ഞിട്ട് പോ. ദീപയുടെ ചേട്ടനാണല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ CP കൂടെ നിൽക്കുന്നത്. അല്ലാതെ കാശിന് പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷെ അയാളുടെ അളിയനോ ചേട്ടനോ അയാളുടെ യാതൊരു സിമ്പതിയില്ലേ. പ്രഭാരേട്ട് വളരെ സ്ട്രിക്റ്റാ.
അതുകളാ എഞ്ചിനീയർ അയാളുടെ അനിയന്റെ പേരിൽ വയനാട്ടിൽ കാപ്പിത്തോട്ടം വാങ്ങിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു സത്യസന്ധൻ ലാർജ് സ്കെയിൽ കൈക്കൂലി അയാൾക്ക് വേണ്ടു. ഒക്കെ അറിയാമെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാ? ഡിപ്പെൻഡ് ഒന്നും അല്ല, CP മുനിസിപ്പാലിറ്റിയുടെ റോഡ് റോളർ ജപ്തി ചെയ്യാൻ പോവാ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. ശരി ആളുകൾ വരുന്നു. 75 രൂപ നാളെ തന്നില്ലെങ്കിലേ ഞാൻ അയച്ച പ്രേമലേഖനങ്ങളൊക്കെ തിരിച്ചു ചോദിക്കും.